ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുമാസ് കിങ്ഡമിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ വർക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് തിരക്കിൽ പെട്ടുപോയതാണ് കേട്ടോ. ഇപ്പോൾ ജോബെല്ലാം റിസൈൻ ചെയ്ത് ഞാൻ ബ്രേക്ക് എടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് എനിക്ക് ഹൈദരാബാദ് പോകേണ്ടതായിട്ടൊരു ആവശ്യം വന്നത്. അപ്പോൾ ഞാനും ചേട്ടനും മാത്രം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു 2 ദിവസത്തെ കുഞ്ഞു ട്രിപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ആ ഒരു ട്രിപ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പോൾ തന്നെ കാണാനും സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പോകാം ഹൈദരാബാദിലെ വിശേഷങ്ങൾ കാണാൻ. ഇപ്രാവശ്യം പോകുന്നത് ഫ്ലൈറ്റും തിരിച്ചു വരുന്നത് ട്രെയിനുമാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. രാത്രി തനിച്ച് പോകാൻ ചെറിയൊരു ഭയം ഇല്ലാതില്ല കേട്ടോ. എങ്കിലും ഒരു ഓട്ടോ ബുക്ക് ചെയ്തപ്പോൾ കിട്ടി. സമയത്ത് തന്നെ എനിക്ക് മെട്രോ സ്റ്റേഷനിൽ എത്താൻ കഴിഞ്ഞു. ഗൈസ്, നമ്മളിപ്പോൾ ആലന്തൂർ മെട്രോയിൽ എത്തിയിരിക്കുകയാണ്. എയർപോർട്ടിലേക്ക് പോകുന്ന മെട്രോ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എൻ്റെ ഫ്രെയിമിൽ കണ്ടോ ഒരു അങ്കിള് ബാക്കിൽ നിന്ന് നോക്കുന്നത്? ഞാൻ എന്താ ചെയ്യണേന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പബ്ലിക് പ്ലേസിൽ ഇതുപോലുള്ള വീഡിയോസ് എടുക്കുമ്പോൾ ചില ആളുകളെങ്കിലും നമ്മളെ ശ്രദ്ധിക്കും കേട്ടോ. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഒബ്സർവ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മെട്രോ ട്രെയിൻ വന്നു സുഹൃത്തുക്കളെ. നമ്മൾ എയർപോർട്ടിലേക്കാണല്ലോ പോകുന്നത്. പക്ഷേ മെട്രോ ട്രെയിനിൽ ആരും തന്നെ ഇല്ല. ഇവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട് എന്നല്ലാതെ വേറെ ആരെയും ഞാൻ ട്രെയിനിൽ കണ്ടില്ല. എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മൊബൈലും പിടിച്ച് നിപ്പായി. സെക്യൂരിറ്റിയുടെ ഫസ്റ്റ് ചെക്ക് കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഒന്നും ആരുമില്ല, ഫുൾ ശൂന്യത. ഇത് എനിക്ക് തോന്നുന്നു ആ ഒരു സബ്വേ അധികം ആരും ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ആദ്യമായിട്ടായിരിക്കും ഞാൻ ഉപയോഗിക്കുന്നുണ്ടാവുക. എന്തായാലും ഇവിടെ ആരും കാണുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. ഒരു റൗണ്ട് ചെക്ക് കഴിഞ്ഞ് അകത്തേക്ക് വന്നപ്പോൾ ദേ നിൽക്കുന്നു അടുത്ത റൗണ്ട്. ഇന്ന് ചെക്കിങ്ങിൻ്റെ മേളമാണെന്ന് തന്നെ തോന്നുന്നു. എയർപോർട്ടിലാണെങ്കിൽ പതിവിലും കൂടുതൽ തിരക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു സീറ്റ് കണ്ടുപിടിച്ച് അവിടെ പോയി ലഗേജും വെച്ച് ഇരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് വിശപ്പ് തുടങ്ങിയത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. എയർപോർട്ടിൽ നല്ല കത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. കയ്യിൽ ലോഞ്ച് പാസ് ഉണ്ടായിരുന്നു, പക്ഷേ സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് ആക്സസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ചെക്ക് ഇൻ കൗണ്ടർ തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബാഗ് ചെക്കിന് കൊടുത്തു. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസും കളക്ട് ചെയ്ത് ഗേറ്റിലേക്ക് പോകുന്ന വഴി കുറച്ച് ഷോപ്സ് കണ്ടു. ഞാൻ ആ ഷോപ്സ് എല്ലാം നോക്കി ഇങ്ങനെ പതിയെ എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു. ചെന്നൈയിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനായ മഹാബലിപുരത്തെ ഷോർ ടെമ്പിളിൻ്റെ മോഡലാണ് ഇത് ഇവിടെ അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോത്തീസിൻ്റെ ഒരു ഷോറൂം നമുക്കിവിടെ കാണാം. അങ്ങനെ ഒരുപാട് ഷോപ്സും നമ്മുടെ എയർപോർട്ടിൽ ഗേറ്റിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഞാൻ ലോഞ്ചിൽ പോയിരിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ മിസ്സായിപ്പോയി എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ പഴയ സ്ലാം ബുക്ക് ബാഗിൻ്റെ ഒരു സൈഡ് സിബിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഒന്നും നോക്കിയില്ല. അതിൽ ഓരോ ആളുകളും എഴുതിയ ഓട്ടോഗ്രാഫും കാര്യങ്ങളും ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. MA പഠിച്ചാലും BA പഠിച്ചാലും എന്നെ തല്ലരുത് എന്ന് പോലുള്ള പിക്കപ്പ് ലൈൻസ് പോലും ചിലത് എഴുതിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അത് വായിക്കാൻ. കുറേ സമയം അതിൽ തന്നെ എനിക്ക് പോയി കിട്ടി. തനിച്ചായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. എന്നിരുന്നാലും കുഴപ്പമില്ല, ഞാൻ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് അത് ചെയ്തത്. ഇത്തവണ ഞാൻ ബുക്ക് ചെയ്തത് ഇൻഡിഗോയിലാണ് കേട്ടോ. എൻ്റെ പ്രിഫേർഡ് ടൈമും ബഡ്ജറ്റും മാച്ച് ആയത് ഇൻഡിഗോയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം.
ഞാൻ കയറിയ സമയത്ത് ഫ്ലൈറ്റിലധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കുറച്ച് സീറ്റ്സ് വേക്കൻ്റ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ജാക്കറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ, എന്നിട്ട് പോലും അത്രയും തണുപ്പ്. ഏത് നേരത്താണാവോ 3/4 ഇടാൻ തോന്നിയത്. ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ടേക്ക് ഓഫ് കാണാൻ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എത്ര ഉറക്കം വന്നിട്ടും ഞാൻ ഉറക്കം പിടിച്ച് വെച്ച് ടേക്ക് ഓഫ് നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ടു. അങ്ങനെ വളരെ സൂപ്പറായിട്ട് തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ഭൂമി വിട്ട് പറന്നുയർന്നു. പൊതുവെ രാത്രി സമയങ്ങളിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും രാത്രി മാത്രം കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. അതിലൊന്നാണിത്. ആകാശത്തിങ്ങനെ കുഞ്ഞു നക്ഷത്രങ്ങൾ അടുക്കി വെച്ചിട്ടുള്ള പോലെയാണ് നമ്മൾ താഴെ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. അത്രയും മനോഹരമായി. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഹൈദരാബാദ് എയർപോർട്ട് എത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, റൂമിൽ പോയി ഫ്രഷനപ്പായി നേരെ ഞാൻ ചെന്നത് എൻ്റെ ഒരു ടീംമേറ്റിനെ കാണാൻ. ബാംഗ്ലൂരിലുള്ള രാമേശ്വരം കഫേ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു കഫേയാണ് ഇവിടുത്തെ ടാസ കഫേ. അവിടുത്തെ നല്ല മുരിഞ്ഞ ദോശയും 1 ഗ്ലാസ് ഫിൽട്ടർ കോഫിയും നല്ല രുചിയോടുകൂടി ഞങ്ങൾ കഴിച്ചു. ഇതാണ് എൻ്റെ ടീംമേറ്റ് ശിവാനന്ദ്. ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ് ശിവാനന്ദ്. അപ്പോൾ ശിവാനന്ദിനെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് വാണിയമ്മയുടെ വീട്ടിലാണ്. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് പതിയെ എണീറ്റ് ഒന്ന് ഫ്രഷനപ്പായിട്ട് നമ്മൾ നേരെ വാണിയമ്മയും നാനയും കൂട്ടിയിട്ട് അടുത്തുള്ളൊരു പാർക്കിലേക്കാണ് പോയത് കേട്ടോ. ആ പാർക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലേക്ക് ഫ്രണ്ട് പാർക്ക്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് ആ പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു സായാഹ്നം ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ അത്. പിന്നെ ഈ പാർക്കിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. കുറേ നല്ല നല്ല പ്ലാൻസ് അവർ വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ തൊട്ടടുത്ത് തന്നെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്കാൻ ചെയ്ത ആ URL നോക്കുകയാണെങ്കിൽ ഓരോ ചെടിയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ആദ്യം പോയത് സെക്രട്ടേറിയറ്റ് കാണാനാണ്. അപ്പോൾ ഇതാണ് തെലങ്കാന സെക്രട്ടേറിയറ്റ്. നല്ല ഭംഗിയിൽ തന്നെ അവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട്. ഈ ബിൽഡിങ്ങിന് തൊട്ടടുത്ത് തന്നെ നമ്മളെല്ലാവരും ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഫ്രീഡം ഫൈറ്റർ BR അംബേദ്കറുടെ സ്റ്റാച്ചു ഇവിടെ വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഓപ്പൺ ആയിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് പുറത്തു നിന്ന് കാണേണ്ട ഒരു അവസ്ഥയായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു ഐസ്ക്രീം ചേട്ടനെ കണ്ടപ്പോൾ വെറുതെ വിടാൻ ഞങ്ങൾക്ക് തോന്നിയതേ ഇല്ല. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ പോയത് ഹുസൈൻ സാഗർ ലേക്ക് കാണാനാണ് കേട്ടോ. ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും പുറത്ത് നിൽപ്പുണ്ടായിരുന്നില്ല. എങ്കിലും വന്ന അവസ്ഥയ്ക്ക് നമുക്ക് ഇതൊന്ന് കണ്ടിട്ട് പോവാമെന്നാണ് വിചാരിച്ചത്. എല്ലാ സ്ഥലങ്ങളിലെയും പോലെ ഇവിടെയും ലവ് ഹൈദരാബാദ് ഉണ്ടായിരുന്നു. അതിനടുത്ത് ഫോട്ടോ എടുക്കുന്ന കുറേ ചേട്ടന്മാരും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പച്ചമാങ്ങ എന്നും ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ വെറുതെ വിടാൻ എനിക്ക് തോന്നിയതേ ഇല്ല. പിന്നീട് കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് സമയമായിരുന്നു. വാണിയമ്മയ്ക്ക് ബിന്ദി വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങളൊരു ബിന്ദി ഷോപ്പിൽ കയറി. പലതരം പൊട്ടുകളാണ് ഞാൻ അവിടെ കണ്ടത്. ഇത്രയും പൊട്ടുകൾ ഈ ലോകത്തുണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. പിന്നെ വാണിയമ്മ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയത് വെസ്റ്റേൺ വെയർ കളക്ഷൻ ഉള്ള നല്ലൊരു ഷോപ്പിലേക്കാണ് കേട്ടോ. പൊതുവേ എനിക്ക് വെസ്റ്റേൺ ഡ്രസ്സസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഏത് ഡ്രസ്സ് എടുത്താലും നമുക്കത് വാങ്ങാൻ തോന്നുന്നൊരവസ്ഥയായിരുന്നു. അത്രയും നല്ല കളക്ഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി കുറേ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് ഡ്രസ്സസ് നമ്മൾ വാങ്ങി. ഇനി നമ്മൾ പോകുന്നത് ഒരു ചായ കുടിക്കാനാണ്. ടീ ബ്രേക്കിന് വേണ്ടി വന്നതാണെങ്കിലും ഇവിടുത്തെ 1-2 ഐറ്റംസ് വളരെ സ്പെഷ്യലാണ് എന്ന് വാണിയമ്മ പറയുകയുണ്ടായി. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് കളയാമെന്ന് ഞങ്ങളും വിചാരിച്ചു.
ഇവിടുത്തെ ഹരാബര ദോശയും ഗീ ഇഡ്ഡലിയും മിർച്ചി ബജിയെല്ലാം വളരെ ഫേമസ് ആണ്. അപ്പോൾ നമുക്ക് അത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ഈ കോട്ട് വായിച്ചത്, പീപ്പിൾ ഹൂ ലവ് ടു ഈറ്റ് ആർ ഓൾവേസ് ദി ബെസ്റ്റ് പീപ്പിൾ. ഇതിനിടയിൽ ഇവർ രണ്ടുപേരും ഏതോ അന്താരാഷ്ട്ര കാര്യം ചർച്ച ചെയ്യുകയാണെന്ന് തോന്നുന്നു. അതൊന്നും വകവയ്ക്കാതെ ഹരാബര ദോശ വന്ന ഉടനെ ഞാൻ ഒരു പീസ് എടുത്ത് എൻ്റെ പ്ലേറ്റിൽ വെച്ചു. സത്യം പറയാലോ, കിഡിലിനായിരുന്നു, ഒന്നും പറയാനില്ല. ഇത്രയും രുചിയായിട്ട് ഞാൻ അടുത്ത കാലത്തൊന്നും ഇഡ്ഡലിയോ ദോശയോ മുളക് ബജിയോ ഒന്നും കഴിച്ചിട്ടില്ല. നല്ല രുചിയായിരുന്നു കേട്ടോ. ഇനി എപ്പോൾ ഹൈദരാബാദ് വന്നാലും ഇവിടേക്ക് വരണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. വാണിയമ്മ പറഞ്ഞ പോലെ തന്നെ സൂപ്പറായിരുന്നു. അടുത്ത ലക്ഷ്യം ഞാനെന്നെ ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങോട്ട് പോകും വഴിയാണ് ഒരു കാര്യം ഓർമ്മ വന്നത്, കറാച്ചി ബിസ്ക്കറ്റ്സ് വാങ്ങിയില്ല എന്നുള്ളത്. അങ്ങനെ ഒട്ടും വൈകിച്ചില്ല, പോകുന്ന വഴിക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു കറാച്ചി ബേക്കറിയിൽ കയറി ഞങ്ങൾ ആവശ്യത്തിന് ബിസ്ക്കറ്റ്സ് എല്ലാം മേടിച്ചു. പല തരത്തിലുള്ള, പല രുചികളിലുള്ള, പല ഫ്ലേവേഴ്സിലുള്ള ബിസ്ക്കറ്റ്സാണ് ഞാനിവിടെ കണ്ടത്. എല്ലാ സെക്ഷനിൽ നിന്നും ഓരോ ബിസ്ക്കറ്റ് എടുത്താൽ കൊള്ളാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെറുതെ ചേട്ടൻ്റെ വായലിരിക്കുന്ന പാട്ട് കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നതാണ്. ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിയത് ലാസ്റ്റ് ടൈം ട്രൈ ചെയ്യാത്ത ഫ്ലേവേഴ്സ് ആയിരുന്നു. അങ്ങനെ 2 ദിവസത്തെ ട്രിപ്പ് അടിപൊളിയായി എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ ആയിരുന്നു എൻ്റെ ട്രെയിൻ, അതുകൊണ്ട് അന്ന് എവിടെയും പോകാൻ പറ്റിയില്ല. പെട്ടെന്നുണ്ടായൊരു ട്രിപ്പാണെങ്കിലും വളരെ നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. വാണിയമ്മയോടും നാനയോടും ശിവാനന്ദിനോടും സ്പെഷ്യൽ താങ്ക്സ് ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വ്ളോഗ് കണ്ടതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ആൻഡ് പ്രേയേഴ്സ് എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.